ഹായ് ഫ്രണ്ട്സ്, വണ്ടിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു DIY വീഡിയോ ആണ്. അതായത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ ഓയിൽ എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ എൻ്റെ പേര് Nijin.A. നിങ്ങൾ കാണുന്ന വണ്ടി യൂട്യൂബ് ചാനൽ. സമയം ഒട്ടും കളയാൻ നമുക്ക് തുടങ്ങാം. സോ ഇനി നമുക്കിനി ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു എഞ്ചിൻ ഓയിൽ വേണം. നമ്മളിവിടെ ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമതായിട്ട് ഒരു സ്പാനർ, നമ്മുടെ എഞ്ചിൻ്റെ നട്ടഴിക്കാൻ വേണ്ടി ഒരു സ്പാനർ വേണം. പിന്നെ നമുക്ക് ഓയിൽ ഒഴിക്കാൻ വേണ്ടി ഒരു ഫണൽ, പിന്നെ ഒരു ഇച്ചിരി എക്സ്ട്രാ ക്ലോത്ത്സ് ഉണ്ടെങ്കിൽ കൊള്ളാം. നമ്മുടെ കയ്യിലോ അല്ലെ എഞ്ചിനിലോ നമുക്ക് വീഴുന്ന ഓയിൽ നമുക്ക് തുടച്ച് കളയാൻ പറ്റും. പിന്നെ നമുക്ക് ഈ നമ്മൾ പഴയ ഓയിൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേയും വേണം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ സെൻട്രൽ സ്റ്റാൻഡ് വെച്ചു. ഇനി ഈ ബോൾട്ട് നമുക്ക് ഈ സ്പാനർ ഉപയോഗിച്ച് അഴിച്ചെടുക്കാം. അഴിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മൾ മൊത്തം അഴിച്ചെടുക്കാൻ നോക്കല്ല. കുറച്ചൊന്ന് അഴിച്ച് വെച്ചിട്ട് നമുക്ക് ട്രേയിൻ്റെ അടി വെക്കണം. എന്നിട്ട് മൊത്തം അഴിച്ചെടുക്കാം. നമുക്ക് അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടു, ഇതിനകത്തുള്ള ഒരു 99% ഓയിലും ഡ്രൈക്കകത്ത് വന്നു. ഇനിയിപ്പോൾ ഈ എഞ്ചിൻ്റെ അടിയിൽ കുറച്ച് ഓയിൽ കിടക്കും. അത് നമ്മളിപ്പോൾ വണ്ടി ചെറുതായിട്ടൊന്ന് ചരിച്ച് കഴിഞ്ഞാൽ അതുകൂടി ഇങ്ങി വരുന്നതാണ്. ചെറുതായിട്ടൊന്ന് ചരിച്ച് കൊടുത്താൽ ഇനിയും കിടക്കുന്ന ഓയിലൊക്കെ അതാ കണ്ടോ, അപ്പോൾ ഇതുപോലൊക്കെ ഇങ്ങി വരും. അപ്പോൾ അതുപോലെ നമുക്ക് ഊറ്റിയെടുക്കാവുന്നതിൻ്റെ മാക്സിമം ഓയിൽ നമ്മൾ ഊറ്റിയെടുക്കുക. ഒട്ടും തന്നെ അതിനകത്ത് കിടക്കാത്ത പോലെ പറ്റുന്നതിൻ്റെ അത്രയും ഊറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല ഓയിൽ ഒഴിക്കാൻ തുടങ്ങാവും. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടു ഓയിലെല്ലാം ഊറി വീണു. ഇപ്പോൾ തുള്ളിയായിട്ടൊന്നും വീഴുന്നില്ല. ഇനി നമ്മൾ ചെയ്യാൻ വന്നു ഈ ഊരിയ ബോൾട്ട് നമ്മൾ തിരിച്ചു വെക്കാൻ പോവാണ്. അതിന് മുമ്പ് ഇപ്പോൾ ഇത് കാണാം, നിറച്ച് ഓയിലും കരിയും ഒക്കെ ഉണ്ട്. ഇതൊന്ന് തുടച്ച് കളയാം. അതിനുവേണ്ടി നമ്മൾ ക്ലോത്ത് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്തിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കാം. അതുപോലെ നമുക്ക് ബൈക്കിൻ്റെ ഈ ഒരു ബോൾട്ട് വെച്ച സ്ഥലത്തും കുറേ ഓയിൽ വീണായിരുന്നു. അതൊന്ന് തുടച്ചെടുക്കാം. അതിനുമ്പ് ഈ ഓയിൽ അങ്ങോട്ട് മാറ്റി വെക്കാം. ചൂടുണ്ടല്ലോ. ഞങ്ങൾക്ക് ഈ ബോൾട്ട് തിരിച്ചു വെക്കാം. ആദ്യം നിങ്ങൾ കൈകൊണ്ട് പിരിച്ച് കയറ്റാവുന്നതിൻ്റെ അത്രയും കയറ്റി വെക്കുക. പിന്നെ നമുക്ക് സ്പാനർ ഇട്ട് മുറുക. ഇനി നമുക്ക് സ്പാനർ ഇട്ട് മുറുക്കാം. ഇത് ടൈറ്റായി. അത് നിങ്ങൾ ഓവർ ടൈറ്റ് ചെയ്തിരിക്കാൻ നോക്കണം. പിന്നെ നമുക്ക് അഴിക്കാൻ നോക്കിയാൽ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇത് ടൈറ്റായി. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഇനി ക്യാപ്പ് തുറന്നിട്ട് ഓയിൽ ഒഴിക്കാം. അപ്പോൾ നമുക്കിനി ഈ ക്യാപ്പ് ഊരിയിട്ട് അതിനകത്ത് നമുക്ക് ഈ എഞ്ചിൻ ഓയിൽ ഒഴിക്കാം. ആദ്യം ഈ ക്യാപ്പ് നമ്മൾ അഴിച്ച് ഈ ക്യാപ്പ് അഴിച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും മാറ്റി വെക്കുക, കാണാൻ പോകാതെ. അപ്പോൾ നമ്മളിവിടെ ഒഴിക്കാൻ വന്നത് സെർവോയുടെ 4 സ്ട്രോക്ക് ഓയിലാണ്. ഇതിൻ്റെ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ 20W40 ആണ് ഈ വണ്ടിക്ക് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ബജാജിനൊക്കെ യൂസ് ചെയ്യുന്ന ഓയിലാണിത്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇതിൻ്റെ ഈ സീലിംഗ് നിങ്ങൾ പൊട്ടിക്കുക. അതിനുശേഷം ഒരു ചോർപ്പ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒഴിക്കാൻ. അപ്പോൾ എന്തെങ്കിലും ഒരു ചോർപ്പ് ഉപയോഗിച്ചിട്ട് ഈ എഞ്ചിനകത്തോട്ട് നോക്കി ഓയിൽ പയ്യെ ഒഴിച്ചു കൊടുക്കാം. ചില ടൈം എടുക്കും, കാരണം ഇത് പയ്യെ അകത്തോട്ട് പോകത്തുള്ളൂ. ഇപ്പോൾ ഈ ഓയിൽ നോക്കിയാൽ കാണാം, ഇനി നല്ലൊരു ഗോൾഡൻ കളറാണ്. അപ്പോൾ വണ്ടിക്കകത്തുനിന്ന് വന്ന ഓയിൽ നിങ്ങൾ കണ്ടു, ഒരു കറുത്ത് കരിക്കട്ട പോലുള്ള കളറാണ് അതിൻ്റെ. അപ്പോൾ അത് ഭയങ്കര ഡീഗ്രേഡായ ഒരു ഓയിലാണത്. ഇതാണ് നമ്മുടെ പുതിയ ഓയിലിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നല്ല ഗോൾഡൻ കളറ്.
ഇതിപ്പോൾ പെട്ടെന്ന് നമുക്ക് തീരത്തില്ല. ഇത് പുതിയ ഓയിൽ കുറേശ്ശെ അകത്തോട്ട് ഇറങ്ങത്തുള്ളൂ. കാരണം ഇത് തണുത്തിരിക്കുന്ന ഓയിലാണ്. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത പോലെ അത്ര പെട്ടെന്ന് ഇത് അകത്തോട്ട് പോകത്തില്ല. അപ്പോൾ ഇച്ചിരി ടൈം എടുത്ത് നിങ്ങൾ പെയ്യെ ഇത് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ വേണം നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയുടെ സൈഡിലായിട്ട് ചിലപ്പോൾ ചില വണ്ടികൾക്ക് കാണാം ഈ ഓയിൽ ഇൻഡിക്കേറ്റർ, അതായത് നിങ്ങളുടെ ലെവൽ കാണിക്കുന്നത്. ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ഇത് നോക്കിയിട്ട് എനിക്ക് അതൊന്നും കാണാൻ പറ്റുന്നില്ല, എല്ലാം കറുത്തായിരിക്കുന്നത്. നിങ്ങളുടെ കാണാൻ പറ്റുന്നുണ്ട്, അത് നോക്കിയിട്ട് ആ ഒരു ലെവൽ വരെ ഒഴിക്കുക. അതല്ലെങ്കിൽ തന്നെ കുഴപ്പമില്ല. ഈ ഒരു ഓയിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു എഞ്ചിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് മൊത്തം ഒഴിക്കേണ്ടതാണ്. അല്ലാതെ ലെവൽ നോക്കിയിട്ടും കാര്യമില്ല, കറക്റ്റ് ലെവലായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ലെവൽ നോക്കി ഒഴിച്ചോളൂ, അല്ലെങ്കിൽ ഇത് മൊത്തം അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഓയിൽ മൊത്തം ഇതിനകത്ത് ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് നമുക്ക് ഈ ക്യാപ്പ് തിരിച്ച് വെക്കാം. ക്യാപ്പ് വെക്കുമ്പോൾ നോക്കുക, നമ്മൾ തറകളൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഇത് പൊടിയൊന്നും കാണരുത്. പൊടിയൊക്കെ എഞ്ചിനകത്ത് പോയാൽ അത് ബോളിനൊക്കെ സ്ക്രാച്ച് ആകാൻ ബാധിക്കും. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചടച്ച് വെക്കാം. ഇത് ഓവർ ടൈറ്റ് ആകാതെ നോക്കുക. നിങ്ങൾ കൈ കൊണ്ട് പിടിച്ച് ടൈറ്റ് ആക്കിയാൽ മതിയായിരിക്കും. പിന്നെ പ്ലെയർ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു എഞ്ചിൻ ഓയിൽ വേണം. നമ്മളിവിടെ ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത് നമ്മുടെ എഞ്ചിൻ്റെ ബോൾട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു നട്ട് വേണം. നിർത്തടാ.